കത്തുന്ന വെയിലിൽ നഗരത്തിൻ്റെ തിരക്കുകൾ വകവയ്ക്കാതെ അവൾ നടന്നു. വിയർപ്പ് അവളുടെ ശരീരത്തെ നനച്ചുകൊണ്ടിരുന്നു. നെറ്റിയിലൂടെ കഴുത്തിലേക്കൊഴുകിയ വിയർപ്പ് തുള്ളികൾ അവൾ നരച്ച സാരിത്തുമ്പുകൊണ്ട് അമർത്തി തുടച്ചു. പത്മ ലോഡ്ജ് എന്ന് കണ്ടതും കാല് കൂച്ചുവിലങ്ങിട്ടതുപോലെ നിന്നു. ഒരു നിമിഷം അകത്തേക്ക് കയറണോ വേണ്ടയോ അവളൊന്ന് ശങ്കിച്ചു. ആശുപത്രിയിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ മുഖമോർത്തതും അറിയാതൊരു ധൈര്യം മനസ്സിൽ വന്നു നിറഞ്ഞു. ലോഡ്ജിന് മുന്നിൽ കണ്ട പയ്യനോട് അയാളുടെ പേര് ചോദിച്ചതും അവനൊന്ന് ചൂഴ്ന്നു നോക്കി. പിന്നെ ഒരു വഷളൻ ചിരിയോടെ ചൂളമടിച്ച് മുകളിലേക്ക് കണ്ണു കാണിച്ചു. മുന്നിലേക്ക് നടന്നതും വലതുവശത്തെ ആദ്യ മുറി എന്നവൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഓരോ പടികൾ മുന്നിലേക്ക് കയറുന്തോറും സ്വരുക്കൂട്ടിയ ധൈര്യം പിന്നിലേക്ക് വലിയുന്നതുപോലെ തോന്നി. വലതുവശത്തെ മുറി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ശ്വാസം ഉള്ളിലേക്ക് ആഞ്ഞെടുത്തുകൊണ്ട് പതിയെ വാതിലിൽ തട്ടി. അല്പം കഴിഞ്ഞതും വാതിൽ തുറക്കപ്പെട്ടു. കറുത്തിരുണ്ട കുറുകിയ ശരീരത്തോടു കൂടിയ അയാൾ അവളെ ഒന്ന് അടിമുടി സൂക്ഷിച്ചു നോക്കി. അവളൊന്ന് പരുങ്ങി. എനിക്ക് വിക്കലോടെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും തൊണ്ട വരണ്ടിരുന്നു. അയാൾ അകത്തേക്ക് കയറാൻ ആംഗ്യം കാണിച്ചു. മടിച്ച് അകത്തേക്ക് കയറി. അയാൾ അവിടെയുള്ള കസേരയിൽ ഇരുന്നു. എനിക്ക് കുറച്ച് കാശ് വേണമായിരുന്നു. ഉയർന്ന നെഞ്ചിടിപ്പിനെ അടക്കി അവൾ പറഞ്ഞൊപ്പിച്ചു. നീ ആ ചേരിയിലെ അല്ലേ? ചത്തുപോയ സുനിയുടെ കെട്ടിയോൾ അല്ലയോ? അയാൾ അവളെ കണ്ണുകൊണ്ടൊഴിഞ്ഞു. ഉള്ളിലൊരു വേദന വന്നെങ്കിലും അതേ എന്നവൾ തലയനക്കി. നിന്നെ ഞാൻ നോട്ടമിട്ടതാ. ഇത്ര പെട്ടെന്ന് മുന്നിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. അയാളുടെ ആർത്തിപൂണ്ട കണ്ണുകൾ ശരീരത്തിൽ ഓടി നടക്കുന്നത് കണ്ടു. സാരിത്തുമ്പ് പിന്നിലേക്ക് ഒന്നുകൂടി അമർത്തി വലിച്ചു. ശരീരം ചുരുക്കിപ്പിടിച്ചു തല കുനിച്ചു നിന്നു. കുഞ്ഞിന് ദീനമാ. ആശുപത്രിയിലാ. കുറച്ച് കാശ് വേണമായിരുന്നു. വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഈട് നൽകാൻ എന്തെങ്കിലും ഉണ്ടോ? അയാൾ അയാളുടെ രോമങ്ങൾ തിങ്ങി നിറഞ്ഞ തുടയിൽ ഒഴിഞ്ഞുകൊണ്ട് ചോദിച്ചു. ഇല്ലെന്നവൾ തലയനക്കി. പിന്നെ? അയാൾ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ ഭയന്ന് ഒരടി പിറകിലേക്ക് വച്ചു. അയാൾ തല ചൊറിഞ്ഞ് അവൾക്ക് ചുറ്റും നടന്നു. പെട്ടെന്ന് സാരിക്കിടയിലൂടെ കൈയിട്ട് വയറിലൊന്നമർത്തി. അവളൊന്ന് പിടഞ്ഞു. തനിക്ക് കടം തരാൻ ആരുമില്ലെന്നുള്ള തിരിച്ചറിവിൽ നിസ്സഹായതയോടെ കണ്ണുകൾ ഇറുക്കി അടച്ചു. എന്തുറപ്പിലാണ് ഞാൻ നിനക്ക് പണം തരേണ്ടത്? ചെവിക്കരികിൽ അയാളുടെ ശബ്ദം വന്നു. ഒപ്പം പാൻ മസാലയും കള്ളും കൂടിച്ചേർന്ന മടുപ്പിക്കുന്ന ഗന്ധം. അവൾക്ക് ഛർദ്ദിക്കാൻ വന്നു. ഞാൻ പണിയെടുത്ത് എങ്ങനെയെങ്കിലും വീട്ടും. അത് പറയുമ്പോൾ പതിഞ്ഞതെങ്കിലും വാക്കുകൾ ഉറച്ചതായിരുന്നു. അത് പോരല്ലോ മോളെ. ഇവിടെ നിന്ന് പണം കിട്ടണമെങ്കിൽ ഈട് വേണം. ഉണ്ടോ പൊന്നോ പൊടിയോ എന്തെങ്കിലും? അയാൾ അവളുടെ കവിളിൽ തലോടി. അവൾ അയാളുടെ കാൽച്ചുവട്ടിലിരുന്നു. സഹായിക്കണം. മറ്റെവിടെയും പോകാൻ ഇടമില്ല. എൻ്റെ കുഞ്ഞ്, എനിക്കവൻ മാത്രമേ ഉള്ളൂ. ദയവുണ്ടാകണം, അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ണുനീർ അയാളുടെ പാദങ്ങളിൽ വീണ് ചിതറി. അയാൾ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇതൊക്കെ ഞാൻ എന്നും കാണുന്നതാ. കരഞ്ഞാൽ കാശുണ്ടാവില്ല മോളെ. അയാൾ വികൃതമായി ചിരിച്ചു. പിന്നെ എന്തു വേണം? ഇത്തവണ മൂർച്ചയേറിയതായിരുന്നു വാക്കുകൾ. തൽക്കാലം നിന്നെ മതി ഈടായി. മുൻപ് നിന്നെ കണ്ടപ്പോൾ ഒന്ന് കൊതിച്ചതാ. അയാൾ അവളെ ചേർത്ത് പിടിച്ചു. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് വിധേയയായി നിന്നു. പെട്ടെന്ന് അയാൾ അവളെ വിട്ടു. ബലപ്രയോഗം എനിക്കിഷ്ടമല്ല മോളെ. ഇഷ്ടത്തോടെ വാ. എൻ്റെ കുഞ്ഞ് ആശുപത്രിയിലാണ്. അപ്പോൾ എനിക്ക് അവൻ അങ്ങനെ കിടക്കുമ്പോൾ കാശ് പെട്ടെന്നടക്കാൻ പറഞ്ഞു. അവളൊന്ന് തേങ്ങി. അയാൾ ദേഷ്യത്തോടെ കസേരയിൽ ചവിട്ടി. അവളൊന്ന് ഞെട്ടി. നീളമുള്ള ട്രൗസറിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാൾ കുറച്ച് രൂപ മേശപ്പുറത്തിട്ടു. കൊണ്ടുപോടി ആവശ്യമുള്ളത്. പിന്നെ ആശുപത്രി വിട്ടാൽ എൻ്റെ മുന്നിലെത്തണം. ഉടുതുണിയില്ലാതെ ഇവിടെ നിൽക്കണം. രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. ചേരിക്കാരോട് ചോദിച്ചാൽ എന്നെപ്പറ്റി പറയും. ഇങ്ങോട്ടെത്തിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. അവരുടെ മുന്നിലാവും പിന്നെ അങ്ങനെ നിൽക്കേണ്ടി വരിക. അയാളുടെ കണ്ണിൽ ക്രൂരഭാവവും ചുണ്ടിൽ വഷളൻ ചിരിയുമായിരുന്നു. ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയിട്ടും ശരീരത്തിൻ്റെ വിറയൽ മാറിയിരുന്നില്ല. കാലുകൾക്കൊക്കെ വല്ലാത്തൊരു തളർച്ച പോലെ. തൊണ്ട വറ്റി വരണ്ടിരിക്കുന്നു. അടുത്തു കണ്ട കടയിലേക്ക് നടന്നു. കുറച്ച് വെള്ളം, ദുർബലമായ ശബ്ദത്തിൽ പറഞ്ഞ് ആ പടിയിലിരുന്നു. കടക്കാരൻ ഒരു കുപ്പി വെള്ളം നീട്ടി. 12 രൂപ. ദാഹജലത്തിനും കാശ് കൊടുക്കണമെന്ന് അപ്പോഴാണവൾ ഓർത്തത്. കയ്യിലെ പിഞ്ഞിയ പേഴ്സിൽ നിന്നും മുഷിഞ്ഞ നോട്ടവൾ എടുത്ത് നീട്ടി. കുറച്ച് മാറി തലയിൽ പൂവും ചുണ്ടിൽ ചുവന്ന ചായവും തേച്ചൊരുവൾ ഒരാളുമായി തട്ടിക്കയറുന്നുണ്ടായിരുന്നു. വഴിയിലൂടെ പോകുന്നവർ അവളെ നോക്കി അശ്ലീലം പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടു. ഒരു നിമിഷം ആ പെണ്ണ് താൻ തന്നെയാണെന്ന് അവൾക്ക് തോന്നി. 2 ദിവസം മാറി നിന്നപ്പോഴേക്കും
വീട് ചിതലെടുത്ത് തുടങ്ങിയിരുന്നു. മോനെ കട്ടിയുള്ള പുതപ്പിൽ കിടത്തി വീട് വൃത്തിയാക്കി. അരിക്കലത്തിൽ നോക്കിയപ്പോൾ ഒരു പിടി കഷ്ടിയുണ്ട്. ദേവു അമ്മയോട് ചോദിച്ചാൽ അവർ തരും. വേണ്ട, വായ്പ കുറേ വാങ്ങിയിട്ടുണ്ട്. ഉള്ള അരി കഴുകി അടുപ്പത്തിട്ടു. ചുട്ടുപൊള്ളുന്ന കനലിൽ തേങ്ങയും മുളകും ചുട്ടെടുത്തു. അല്പം പുളിയും കൂട്ടി ഒരു ചമ്മന്തി അരച്ചു. കഞ്ഞിയിലെ വറ്റുകൾ കോരിയെടുത്ത് ചമ്മന്തി കൂട്ടി മോന് കൊടുത്തു. നാളെ പപ്പടം കൂട്ടി ചോറ് തരുമോ എന്നവൻ ചോദിച്ചപ്പോൾ ഉവ്വെന്നവൾ തലയാട്ടി. കുളി കഴിഞ്ഞ് ബാക്കിയുള്ള കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കുടിച്ചു. മോനെ ദേവുമ്മയെ ഏൽപ്പിച്ച് പുറത്തേക്കിറങ്ങി. പത്മ ലോഡ്ജ് കണ്ടതും നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. അടുത്ത് കണ്ട ബസ് സ്റ്റോപ്പിൻ്റെ ഷെഡിലേക്കിരുന്നു. കുറച്ച് ദിവസമായി തെറ്റിത്തുടങ്ങിയ മനസ്സിൻ്റെ താളത്തെ ശാന്തമാക്കാൻ ശ്രമിച്ചു. എത്ര നേരം അങ്ങനെ ഇരുന്നെന്നറിയില്ല. ആളുകൾ ഒറ്റയ്ക്കും കൂട്ടമായും പരിഭ്രാന്തിയോടെ ലോഡ്ജിലേക്ക് പോകുന്നത് കണ്ടാണ് എഴുന്നേറ്റത്. കൂട്ടത്തിൽ ആരോ പറയുന്നത് കേട്ടു. ആ പലിശക്കാരനെ ആരോ കുത്തി. ആള് തീർന്നെന്നാ കേൾക്കുന്നേ. കരയണോ ചിരിക്കണോ? ആദ്യമായാണ് ഒരാളുടെ മരണത്തിൽ സന്തോഷം തോന്നുന്നത്. അവൾ ധൃതിയിൽ വീട്ടിലേക്ക് നടന്നു. നാളെ കുഞ്ഞിന് പപ്പടം കൂട്ടി ചോറ് കൊടുക്കണം. ദേവമ്മ പറഞ്ഞ വാർപ്പ് പണിക്ക് പോകണം. കൂലി കൂടുതൽ കിട്ടുമത്രേ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.